ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2 ലെവൽ ഷൈബൻ എക്സാമിൻ്റെ പ്രിപ്പറേഷനാണ്. അതുപോലെ തന്നെ ടിപ്പ് ആൻഡ് ടിപ്സാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിളായിട്ടും എങ്ങനെയാണ് എക്സാമിന് വരുന്നതെന്നൊക്കെ ഞാനിവിടെ വിവരിച്ച് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഷൈബൻ ആദ്യം തന്നെ വരുന്നത് 2 ടൈൽസാണ് ഉള്ളത്. ഫസ്റ്റത്തെ ടൈല് ഇൻഫോർമൽ ടെക്സ്റ്റും രണ്ടാമത്തെ ടൈല് ഫോർമൽ ടെക്സ്റ്റുമാണ്. ഈ 2 ടൈൽ മാത്രമേ ഉള്ളൂ. ഈ 2 ടൈലിനോട് കൂടി 30 മിനിറ്റാണ് നമുക്ക് ടൈം വരുന്നത്. ഓക്കെ, ഇൻഫോർമൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ SMS അയക്കുക, അതാണ് നമുക്ക് ഇൻഫോർമൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫോർമൽ ടെക്സ്റ്റ്. ഫോർമൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇമെയിൽ അയക്കുക, നമ്മുടെ ബോസിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ ഒരു ഇമെയിൽ, അതായത് ലെറ്റർ അയക്കുക. അപ്പം ഞാനിവിടെ എങ്ങനെയാണ് ടൈൽ 1ഉം ടൈൽ 2ഉം എഴുതുന്നതെന്ന് പാറ്റേണും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു എക്സാമ്പിളായിട്ട് സഹിതം ഞാൻ വിവരിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈലായ ഇൻഫോർമൽ ടെക്സ്റ്റാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമുക്ക് 20 തൊട്ട് 30 വേർഡ്സ് ആയിരിക്കും നമുക്ക് എഴുതേണ്ടത്. 20നും 30നും ഇടയ്ക്കായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, പക്ഷേ 20ലും കുറഞ്ഞ വേർഡ്സ് ആവരുത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Sie sind mit ihrer Freundin 12 Uhr auf dem Markt verabredet. Schreiben Sie eine SMS an Ihre Freundin Lucy. Entschuldigung, dass Sie nicht pünktlich sein können. രണ്ടാമത്തെ പോയിന്റ് schreiben Sie warum. മൂന്നാമത്തെ പോയിന്റ് nennen Sie eine neue Uhrzeit. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ്റെ മീനിങ് വരുന്നത്, നിങ്ങളുടെ ഫ്രണ്ടിനായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, മാർക്കറ്റിൽ 12 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനാണ്, അതായത് നമ്മുടെ ഫ്രണ്ടായ ലൂസിക്ക് ടെക്സ്റ്റ് SMS അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് വരുന്നത്, ഫസ്റ്റത്തെ പോയിന്റ് നമ്മൾ സോറി പറയുക, നമുക്ക് പഞ്ച്വലായിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുകയില്ല, അതിന് സോറി പറയുക. രണ്ടാമത്തത് എന്തുകൊണ്ടാണ് പറ്റാത്തത്, അവിടെ പങ്ക്ച്വലായിട്ട് നമുക്ക് എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നും പറയുക. പിന്നെ നമ്മളൊരു പുതിയൊരു സമയവും പറയുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ എഴുതുമ്പം റേഡിയോമെറ്റൽ മനസ്സിലാക്കി വെക്കണം. റേഡിയോമെറ്റൽ അറിയത്തില്ലെങ്കിൽ ഞാൻ A2 ലെവലും A1 ലെവലും ഷൈബന് അറിഞ്ഞിരിക്കേണ്ട ഷൈബൻ്റെ ഒരു എക്സാം പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ റേഡിയോമെറ്റൽ പറയുന്നുണ്ട്. ആ വീഡിയോയിൽ സെയിം റേഡിയോമെറ്റൽ തന്നെ നമുക്ക് A2 ലെവൽ എക്സാമിനും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാണാത്തവർ കയറി കാണുക. അപ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ലീബെ ലൂസി എന്ന് പറഞ്ഞ് കൊടുക്കാം. അതായത് ലൂസിക്കാണ് നമ്മൾ എഴുതേണ്ടത്. ലീബെ ലൂസി എന്ന് പറഞ്ഞ് കോമ ഇടുക. എന്നിട്ട് ഹൗ ആർ യു, ഐ ആം ഫൈൻ എന്നുള്ള സല്യൂട്ടേഷൻസ് ഒക്കെ കൊടുക്കുക. വി ഗാറ്റസ് ദിയർ, വി ഗാറ്റസ് ഗുഡ് എന്ന് പറയുക. എന്നിട്ട് തന്നെ സോറിയാണ് പറയേണ്ടത്. Es tut mir leid, kann ich nicht pünktlich sein, weil ich einen Termin habe. ഓക്കെ, അപ്പം നമ്മൾ 2 പോയിന്റും അവിടെ ഉൾപ്പെടുത്തി. ഒന്ന്, പങ്ക്ച്വലായിട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല, സോറി എന്ന് പറഞ്ഞു. കാരണവും അതിൻ്റെ ഒപ്പം പറഞ്ഞു, വൈൽ ആഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ടെർമിൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ വരാത്തത്. വൈൽ എഴുതുമ്പം വേറെപ്പ് ആമൻ്റെ പോകും. ആമൻ്റെയിൽ ഹാബെ എന്ന് വന്നു. ഇഷ് എന്നുള്ള സബ്ജക്റ്റിന് കോഞ്ചുഗേറ്റ് ചെയ്ത് ഹാബെ എന്ന് വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളൊരു ഉർസൈറ്റ് പറയണം. ഉർസൈറ്റാണ് ഗേഹൻ മൊണ്ടാക് സെയിൻ ഓഫ് ദ മാർക്കറ്റ്. നമുക്ക് മൺഡേ 10 മണിക്ക് മാർക്കറ്റിൽ പോകാം എന്നും സമയവും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 പോയിന്റ് നമ്മളവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ പിന്നെ എന്നാ പറയാം, ഇഷ് റൂഫെ ഔക്സ് പെയ്റ്റ് അൻ, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ബിസ്പാൾട്ട് എന്ന് പറഞ്ഞിട്ട് ലീബെ ക്രൂസെ, എന്താ നമ്മുടെ പേര് പറയുക, ആനി എന്ന് പേര് പറയുക. ആനി എന്ന പേരൊക്കെ എഴുതി കഴിഞ്ഞാൽ അവസാനം കുത്തിടരുത്, അതായത് ഫുൾ സ്റ്റോപ്പ് ഇടരുത്, അതിന് മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ലെറ്റർ വരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് എഴുതാം. നമുക്ക് എന്തൊക്കെ പോയിൻ്റാണ് തന്നിരിക്കുന്നത് ആ പോയിന്റ് മാത്രം നമ്മൾ വിവരിച്ചൊന്ന് പറയുക. പിന്നെ ആ റേഡിയോമെറ്റലും ഒന്ന് ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ.
ഓക്കെ, അടുത്തതാണ് ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്ററാണ് ടൈൽ 2 വരുന്നത്. ഇതിന് നമുക്ക് 30 to 40 വേർഡ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. മിനിറ്റ്സ് അല്ല, 30 to 40 വേർഡ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. 40 എബവ് വേർഡ്സ് എഴുതരുത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Die Firma Schmidt möchte am Montag Vormittag in ihrer Wohnung und ihre Heizung reparieren. അതായത് ഫിർമ ഷ്മിറ്റ്, കമ്പനിയായ ഷ്മിറ്റ് നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഹീറ്റിംഗ് റിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. മൊണ്ടാഗ് ഫോർമിറ്റാഗ്, അതായത് മൺഡേ ഈവനിങ്. schreiben Sie eine E-Mail an die Firma. കമ്പനിയിലേക്ക് നമ്മളൊരു ഇമെയിൽ എഴുതുക. അപ്പോൾ ഏതൊക്കെ പോയിന്റ് വേണം? ഫസ്റ്റ് പോയിന്റ്, informieren Sie die Firma, dass Sie am Montag Vormittag nicht zu Hause sind. അതായത് ഇൻഫോം ചെയ്യുക, കമ്പനിയെ ഇൻഫോം ചെയ്യുക. എന്ത്? മൊണ്ടാഗ് ഫോർമിറ്റാഗിൽ ഞാൻ വീട്ടിലില്ല. രണ്ടാമത്തെ പോയിന്റ്, schlagen Sie einen neuen Termin vor. പുതിയൊരു ടെർമിൻ, അതായത് എന്ന് വരണം എന്നുള്ളൊരു പുതിയൊരു ടെർമിന് നമ്മൾ ഫോർഷ്ലാഗ് ചെയ്യുക, അതായത് സജസ്റ്റ് ചെയ്യുക. പിന്നെ എന്താണ് മൂന്നാമത്തെ പോയിന്റ്, bitten Sie eine Antwort. അൺവോട്ടിനായി കാത്തിരിക്കുന്നു എന്നും കൂടെ പറയുക. അപ്പോൾ ഈ 3 പോയിന്റും ആഡ് ചെയ്ത് ആൻസർ എഴുതുക. അപ്പോൾ ആൻസർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സഗാറ്റെ ഡാമൻ und Herren. ഓക്കെ, കോമ. ഡാമൻ und Herren വെച്ചത് എന്തുകൊണ്ടാണ്? അവിടെ ഫിർമയ്ക്കാണ് എഴുതുന്നത്. അവിടെ ഒരു ഫീമെയിൽ ആണോ മെയിൽ ആണോ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് സഗാറ്റെ ഡാമൻ und Herren എന്ന് വെച്ചു. കോമ, ഗുഡൻ ടാഗ് എന്ന് എഴുതി. ഗുഡൻ ടാഗ് എന്ന് പറയുക, അതായത് ഫോർമൽ അല്ലേ. അപ്പോൾ ഗുഡൻ ടാഗിൻ്റെ ജി സ്മോൾ ലെറ്ററിലാണ്. Ich heiße John Max. എൻ്റെ പേര് ജോൺ മാക്സ് എന്നാണ്. Ich möchte am Montag Vormittag in meinem Wohnung und meine Heizung reparieren. ഞാൻ വരുന്ന മൊണ്ടാഗ് ഈവനിങ്ങിൽ ഞാൻ എൻ്റെ മൈനിങ്ങും എൻ്റെ ഹീറ്റിങ്ങും റിപ്പയർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. aber leider kann nicht am Montag nach Hause sein. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അന്ന് വീട്ടിലില്ല. Ich schlage vor einen neuen Termin am Samstag 10 Uhr. അതുകൊണ്ട് ഞാനൊരു സജഷൻ വെക്കാം പുതിയൊരു ടെർമിന് വേണ്ടി. സംസ്റ്റാഗ് 10 മണിക്ക് ഒരു പുതിയ ടെർമിൻ വെക്കാം. Ich warte auf Ihre baldige Antwort. ഞാൻ നിങ്ങളുടെ അൺവോട്ടിനായി കാത്തിരിക്കുന്നു. mit freundlichen Grüßen ജോൺ മാക്സ്. ഓക്കെ, അപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. mit freundlichen Grüßen എഴുതുമ്പം എം ക്യാപിറ്റൽ, ഫ്രോൺലീഷൻ്റെ സ്മോൾ ലെറ്ററിലാണ്, ഗ്രൂസിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, അതൊക്കെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ഇപ്പോൾ ഓരോ ലെറ്റേഴ്സ് എഴുതുവാണേലും എന്ത് എഴുതുവാണെങ്കിലും ഷ്രൈബൻ എന്ത് എഴുതുവാണെങ്കിലും നമ്മൾ നോമനും വെർബും അതുപോലെ തന്നെ കോൺജുഗേറ്റഡ് ഫോമും ഫുൾ സ്റ്റോപ്പും കോമയും എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ എഴുതാനായിട്ട്. ഒന്ന് എഴുതി കഴിഞ്ഞ് ജസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതാണ് ടിപ്സ്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈറ്റ്, അതായത് ടൈമാണ്. ടൈം മാനേജ് ചെയ്ത് വേണം നമ്മൾ എക്സാം എഴുതാനായിട്ട്. ഈ 2 ടൈലിനോടുകൂടി 30 മിനിറ്റ് ആകപ്പാടേ ഉള്ളൂ. അപ്പം നമ്മൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വേണം ആദ്യം ഹാൻഡിൽ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ആദ്യം ഈസി ആയിട്ടുള്ളത് ഹാൻഡിൽ ചെയ്യുക. അത് കഴിഞ്ഞ് കൂടുതൽ ടൈം എടുക്കുക ടഫായിട്ടുള്ളത്. പിന്നെ അടുത്തത് നമ്മൾ എപ്പോഴും ആൻസർ കറക്റ്റ് ആൻസർ ഷീറ്റിലേക്ക് വേണം എഴുതാനായിട്ട്, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എഴുതരുത്. പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് തന്നെ റീഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ഓരോ പോയിന്റും കറക്റ്റായിട്ട് തന്നെ ആൻസർ കൊടുക്കുക. വലിച്ചു നീട്ടി നമുക്ക് എഴുതാൻ പറ്റില്ല. ഓരോത്തിനും ഓരോ ഇത്ര വേർഡ്സ് തന്നെ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് കറക്റ്റ് ആ ഒരു പോയിന്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് ആൻസർ ചെയ്യുക. പിന്നെ നോമൻസിനൊക്കെ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ വെർബ് കോൺജുഗേഷൻ, വെർബിൻ്റെ പൊസിഷൻ അതൊക്കെ നോക്കുക. പിന്നെ A2 ലെവൽ ഗ്രാമർ പോർഷൻ, അതുപോലെ തന്നെ കണക്റ്റേഴ്സ് ആഡ് ചെയ്യുക. കണക്റ്റേഴ്സ് എന്ന് പറയുമ്പം ദശാൽബ്, ദെൻ, ആൾസ്, ആബർ, വൻ, ദൻ ഇതൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെല്ലിങ് കേസ് റൈറ്റിങ്ങിൽ എഴുതരുത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. മസ്റ്റായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സാവാൻ പറ്റും ഉറപ്പായിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിൽ എന്ത് വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.